ഈ കാണുന്ന പർഗോള പൊളിച്ച് അവിടെ പുതിയൊരു അടുക്കള പണിയുന്നതിൻ്റെ ആദ്യത്തെ ചില കാഴ്ചകളായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ. അതിൽ കോൺക്രീറ്റ് സ്ലാബ്, ടിമ്പർ ഫ്രെയിമിംഗ്, ബ്രിക്ക് വർക്ക്, റൂഫിംഗ് തുടങ്ങി പുറമേയുള്ള പ്രധാന ജോലികളുടെ വിവിധ സ്റ്റേജുകളായിരുന്നെങ്കിൽ ഈ വീഡിയോയിൽ നാം കാണാൻ പോകുന്നത് ഈ കാണുന്ന മനോഹരമായ അടുക്കളയുടെ നിർമ്മാണത്തിൽ ഇതുവരെയുള്ള ഫിനിഷിംഗ് ജോലികളാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജയ്ജു ഹോം വീഡിയോസ്. കോൺക്രീറ്റ് സൈഡ് വോക്ക്. പുതിയ അടുക്കളയുടെ പുറത്തായി വീടിന് ചുറ്റിലുമുള്ള സൈഡ് വോക്കിൻ്റെ കോൺക്രീറ്റിംഗ് ആയിരുന്നു രണ്ടാമത്തെ സ്റ്റേജിലെ ആദ്യത്തെ ജോലി. ലോക്കിംഗ് അപ്പ്. പുതിയ അടുക്കള ബ്ലോക്കിൽ നിന്നും പുറത്തേക്കുള്ള 2 വാതിലുകളും ടിമ്പർ ഡോറുകൾ ഫിറ്റ് ചെയ്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇൻസുലേഷൻ. ഇവിടുത്തെ മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ വീടിനെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക ഇനം ഇൻസുലേഷൻ ഷീറ്റുകൾ ഉപയോഗിച്ച് വീടിൻ്റെ തടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഭിത്തികളും സീലിങ്ങും എല്ലാം ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണിത്. വീടിൻ്റെ വയറിങ്ങും പ്ലംബിങ്ങും എല്ലാം ഈ ഇൻസുലേഷനുള്ളിലായിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത സ്റ്റേജായ പ്ലാസ്റ്ററിങ്ങിനുള്ള പ്ലാസ്റ്റർ ബോർഡുകളാണ് ഈ ഇരിക്കുന്നത്. പ്ലാസ്റ്ററിങ്. ടിമ്പർ ഫ്രെയിമുകൾ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ഭിത്തികളും സീലിങ്ങും പ്ലാസ്റ്റർ ബോർഡുകൾ ഉപയോഗിച്ച് കവർ ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതിനാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ ബോർഡുകൾ നെയിൽ ഗണ്ണുകൾ ഉപയോഗിച്ച് ആണിയടിച്ചാണ് ടിമ്പർ ഫ്രെയിമിൽ ഉറപ്പിക്കുന്നത്. പോയിന്റുകൾ ഒരു പ്രത്യേകതരം പ്ലാസ്റ്റർ മിക്സ് ഉപയോഗിച്ച് ഫിൽ ചെയ്തതിന് ശേഷം സാൻഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുകയുമാണ് ചെയ്യുക. കിച്ചൺ ക്യാബിനറ്റുകൾ. നേരത്തെ തന്നെ അളവെടുത്ത് നമ്മുടെ ആവശ്യപ്രകാരം നിർമ്മിച്ചിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റുകൾ ഇന്ന് അസംബിൾ ചെയ്യുകയാണ്. ഡ്രോയിങ് അനുസരിച്ച് വളരെ മനോഹരമായ പല യൂണിറ്റുകളായിട്ടാണ് ഈ ക്യാബിനറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അവയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് അതാതിടങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി അസംബിൾ ചെയ്യുന്നത് സൈഫുളിനെ പോലെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ക്യാബിനറ്റ് മേക്കർക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല. അടുക്കളയിലും പാൻട്രിയിലും അൽഫ്രസ്കോയിലുമായി ധാരാളം ക്യാബിനറ്റുകളുണ്ട്. ഹാൻഡിലുകളില്ലാതെ നിർമ്മിച്ചിട്ടുള്ള ഈ പുൾ ഔട്ട് ഡ്രോകൾക്ക് സോഫ്റ്റ് ക്ലോസിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കോണീസ്. പ്ലാസ്റ്റർ ബോർഡ് നിർമ്മിച്ചിട്ടുള്ള അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് ഒരു പ്രത്യേക ഷേപ്പിലുണ്ടാക്കിയിട്ടുള്ള ഈ കോണീസുകൾ ഭിത്തിയുടെയും സീലിങ്ങിൻ്റെയും മൂലയ്ക്കായിട്ടാണ് ഉറപ്പിക്കുന്നത്. ഒരു സ്പെഷ്യൽ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ് സാധാരണയായി ചെയ്യുന്നത്. കുറച്ച് സമയത്തിന് ശേഷം ഇതിലധികമായിട്ടുള്ള പശ തുടച്ചു മാറ്റി ക്ലീൻ ചെയ്തെടുത്താൽ വളരെ മനോഹരമായ കോർണറുകളാണ് നമ്മുടെ വീട്ടിലെ ഭിത്തികൾക്കുണ്ടാവുക. കോണീസ് ചെയ്തേക്കുന്നുണ്ടോ എന്തല്ലേ. ഇനി അടുത്ത ജോലിയായ പെയിൻറ്റിങ്ങിന് മുന്നോടിയായി ക്യാബിനറ്റുകൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മൂടിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ആർക്കിട്രേവുകളും സ്കേർട്ടിങ്ങുകളും. ജനലുകളുടെയും വാതിലുകളുടെയും വശങ്ങളിൽ ആർക്കിട്രേവുകളും ഭിത്തിയുടെ താഴെയായി സ്കേർട്ടിങ്ങുകളും ഉറപ്പിച്ചു കഴിഞ്ഞു. ജെയിംസ് ഹാർഡി. ആൽഫ്രസ്കോയുടെ ഭിത്തികളിൽ ഒരു പ്രത്യേക ഇനം ഫൈബർ സിമെൻറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ജെയിംസ് ഹാർഡി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന സൈഡിംഗ് പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഴയിലും വെയിലിലുമൊന്നും ഇതിനൊന്നും സംഭവിക്കില്ല. ബെഞ്ച് ടോപ്സ്. കിച്ചൺ ബെഞ്ചുകളുടെയും ഐലൻഡ് ബെഞ്ചിൻ്റെയും മുകളിൽ തുടങ്ങി എല്ലായിടത്തുമുള്ള ബെഞ്ച് ടോപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. നാച്ചുറൽ ഗ്രാനൈറ്റിനേക്കാളും ഭംഗിയും ഉറപ്പുമുള്ള ഇത്തരം സ്റ്റോൺ ബെഞ്ച് ടോപ്പുകൾ ആർട്ടിഫിഷ്യൽ സ്റ്റോണുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 20 മില്ലിമീറ്റർ കനമുള്ള സ്റ്റോൺ ഷീറ്റുകളാണ് വളരെ മനോഹരമായി മുറിച്ചെടുത്ത് പോളിഷ് ചെയ്ത് ഈ അടുക്കളയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റൗ, സിങ്ക് തുടങ്ങിയവയ്ക്കുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. റീപ്ലേസിംഗ് ദ വിൻഡോ. പുതിയ അടുക്കളയോട് ചേർന്നുള്ള ഡൈനിങ് ഏരിയയിലെ പഴയ മോഡൽ ജനൽ മാറ്റി അവിടെ ഒരു പുതിയ മോഡൽ ഡബിൾ ഗ്ലേസ്ഡ് ഓണിംഗ് വിൻഡോ ഉറപ്പിക്കുന്നതാണിത്.
ഡിമോളിഷൻ ഓഫ് ഓൾഡ് കിച്ചൺ. വീടിൻ്റെ നടുവിലായിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ 24 വർഷങ്ങൾ പഴക്കമുള്ള പഴയ അടുക്കള പൊളിച്ചു മാറ്റുന്ന നാടകീയ രംഗങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങൾ കരുതിയിരുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല ഈ ഡിമോളിഷൻ. ഇനി ഇവിടെയുള്ള വെള്ളവും ഗ്യാസ് ലൈനുമെല്ലാം ഡിസ്കണക്ട് ചെയ്ത് സേഫ് ആക്കണം. ഇതാണ് ഞങ്ങളുടെ ബിൽഡർ ഇബ്രാഹിം. ഇങ്ങനെയായിരിക്കണം ഒരു ബിൽഡർ. ഓരോ ജോലിക്ക് ശേഷവും അടിച്ചുവാരി വാക്യൂം ചെയ്ത് മോപ്പ് ചെയ്തതിന് ശേഷം മാത്രം വീട്ടിൽ പോകുന്ന എത്ര ബിൽഡർമാരെ നിങ്ങൾക്കറിയാം. റീമോഡലിംഗ് ദ കിച്ചൺ. പൊളിക്കേണ്ടി വന്ന പഴയ പ്ലാസ്റ്റർ ബോർഡുകൾക്ക് പകരം പുതിയ പ്ലാസ്റ്റർ ബോർഡുകൾ ഉറപ്പിച്ചതിന് ശേഷം ജോയിൻറ്റ് കോമ്പൗണ്ട് ഉപയോഗിച്ച് ഇബ്രാഹിം ഗ്യാപ്പുകളും ജോയിൻറ്റുകളും എല്ലാം പ്ലാസ്റ്റർ ചെയ്യുകയാണ്. More work on new window. പുതിയ വിൻഡോയുടെ താഴെയുള്ള ഗ്യാപ്പ് ഉള്ളിൽ പ്ലൈവുഡും പുറമെ ഇഷ്ടികയും ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ. ഇലക്ട്രീഷ്യൻ ബോബ് വീടിന് പുറത്തുള്ള സെൻസർ ലൈറ്റുകൾ, സ്വിച്ചുകൾ, ഇലക്ട്രിക് ഹോട്ട് വാട്ടർ സിസ്റ്റം തുടങ്ങിയവ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇലക്ട്രിക് ഹോട്ട് വാട്ടർ സിസ്റ്റം ആൽഫ്രസ്കോയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പെയിൻറ്റിംഗ്. പല സ്റ്റേജുകളിലായിട്ടുള്ള പെയിൻറ്റിംഗ് ജോലികൾ ആരംഭിച്ചു. ഭിത്തികളും മറ്റും വൈറ്റ് കളറും ഡോറുകൾക്ക് ക്ലിയർ വാർണിഷുമാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോറിംഗ്. ഹൈബ്രിഡ് ഫ്ലോർ ബോർഡുകളാണ് പുതിയ കിച്ചണിലും മറ്റും ഉപയോഗിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിട്ടുള്ള അതേ പാറ്റേണിലും കളറിലുമുള്ള ഫ്ലോർ ബോർഡുകളാണിത്. യാദൃച്ഛികമായിട്ടാണെങ്കിലും അന്ന് ഈ ജോലി ചെയ്ത റിസ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. ഇപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ നിറത്തിലും പാറ്റേണിലുമുള്ള ഫ്ലോർ ബോർഡുകളായി. വളരെ മനോഹരമായിട്ടുണ്ടല്ലേ. ഫൈനൽ പെയിൻറ്റിംഗ്. എക്സ്റ്റെൻഡ് ചെയ്ത വീടിൻ്റെ പുതിയ ഭാഗവും അതിനോട് ചേർന്നിരിക്കുന്ന ഹോളും ഡൈനിങ് ഏരിയയും എല്ലാം പുതിയതായി പെയിൻറ്റ് ചെയ്തു കഴിഞ്ഞു. പെയിൻറ്റർമാർ വന്ന് ക്ലീനിങ് ചെയ്യുന്നത് വരെ കാത്തിരിക്കാനുള്ള മടി മൂലം ഞങ്ങൾ തന്നെ മാസ്കിംഗ് ടേപ്പ് എല്ലാം പറിച്ചു മാറ്റി ക്ലീനിങ് ആരംഭിക്കുന്ന കാഴ്ചയാണിത്. റൂഫിംഗ് കംപ്ലീറ്റഡ്. ഈ എക്സ്റ്റൻഷൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജോലിയായിരുന്ന റൂഫിംഗ് വർക്കിൽ റൂഫിംഗ് ഷീറ്റ്, ബോക്സ് കട്ടറുകൾ തുടങ്ങിയവയുടെ ഇൻസ്റ്റലേഷൻ 2 മാസങ്ങൾക്ക് മുമ്പേ തന്നെ കഴിഞ്ഞിരുന്നുവെങ്കിലും പഴയ ഓടിട്ട റൂഫും പുതിയ ഷീറ്റിട്ട റൂഫും കൂടി ചേരുന്നിടത്ത് നന്നായി സീൽ ചെയ്യുക, അധികമായിട്ടുള്ള ഓടുകൾ എടുത്തു മാറ്റുക, സിമൻറ്റ് മിക്സ് ഉപയോഗിച്ച് ഇളകിയിട്ടുള്ള മൂലയോടുകൾ ഉറപ്പിക്കുക തുടങ്ങിയ മിനുക്കുപണികൾ ഈ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഇപ്പോഴുള്ള റൂഫിൻ്റെ പുതിയ കാഴ്ചകൾ. 3 ബോക്സ് കട്ടറുകളാണ് ഈ പുതിയ റൂഫിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി പുതിയ അടുക്കളയുടെ വിശേഷങ്ങളിലേക്ക്. ഹോളിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പുതിയ അടുക്കളയുടെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഡൈനിങ് ഏരിയയും വലിയൊരു ലിവിങ് ഏരിയയും ഒരു സ്റ്റഡി കോർണറും എല്ലാം ചേർന്ന വിശാലമായ മനോഹരമായ ഒരു വീട്. ഗ്രാനൈറ്റിനോട് കിടപിടിക്കുന്ന ഗ്രേ കളറിലുള്ള സ്റ്റോൺ ബെഞ്ച് ടോപ്പുകളും മാച്ചിങ് ഷെയ്ഡിലുള്ള ടെമ്പേർഡ് ഗ്ലാസ് സ്പ്ലാഷ് പാക്കുകളും വൈറ്റ് ഗ്ലോസ് തീമിലുള്ള നിരനിരയായിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റുകളും വിശാലമായ ഡബിൾ ഗ്ലേസ്ഡ് വിൻഡോകളും എല്ലാം ചേർന്ന വളരെ മോഡേൺ ലുക്കിലുള്ള ഒരു കിച്ചണാണിതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അപ്ലയൻസുകൾ ബ്ലാക്ക് തീമിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിലുമാണ്. ഈ കാണുന്ന ഫ്രിഡ്ജും ഫ്രീസറും LGയുടെ PGN പെയർ എന്ന സീരീസിലുള്ള 2 സെപ്പറേറ്റ് യൂണിറ്റുകളാണ്. ഈ 2 യൂണിറ്റുകൾ ചേർത്ത് ഒരു അഡോപ്റ്റർ പ്ലേറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണിതെന്ന് പലർക്കും സംശയം തോന്നുക സ്വാഭാവികമാണ്.
ഫ്രിഡ്ജ് ക്യാവിറ്റിയിൽ ബാക്കിയുള്ള സ്പേസിൽ അനുയോജ്യമായ ക്യാബിനറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തവയാണ് അവനുകൾ. ഒരു ടവർ ഡിസൈനിലാണ് അവനുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ടുള്ള മൈക്രോവേവ് അവനൊരു പ്രത്യേകതയുണ്ട്. മറ്റു മൈക്രോവേവ് അവനുകളിലെ പോലെ ഈ യൂണിറ്റിനുള്ളിൽ കറങ്ങുന്ന പ്ലേറ്റ് ഇല്ല എന്നതാണിത്. ഫ്ലാറ്റ് ബോട്ടം അവനായതുകൊണ്ട് നമുക്ക് ഏത് വലുപ്പവും ഷേപ്പുമുള്ള പാത്രങ്ങൾ ഇതിലുപയോഗിക്കാം. ഈ കാണുന്ന ഇലക്ട്രിക് അവൻ ബോഷിൻ്റെ മൾട്ടി ഫംഗ്ഷൻ അവനാണ്. ബേക്കിംഗ്, ഗ്രില്ലിംഗ് തുടങ്ങിയ നോർമൽ ഫംഗ്ഷനുകൾക്ക് പുറമെ എയർ ഫ്രൈയിങ്, സെൽഫ് ക്ലീനിങ് തുടങ്ങി ഒത്തിരി ഓപ്ഷനുകളും ഈ അവനുണ്ട്. ഇവയെല്ലാം ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. പഴയ അടുക്കളയുണ്ടായിരുന്ന കോർണറിലാണ് എൻ്റെ സ്റ്റഡി കം ഓഫീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം നാച്ചുറൽ ലൈറ്റും ലാവിഷായിട്ടുള്ള ക്യാബിനറ്റ് സ്പേസും ഈ അടുക്കളയുടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. കുക്ക് ടോപ്പിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നത് 90 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷിലുള്ള ബോഷ് കനോപ്പി റേഞ്ച് ഹുഡാണ്. ടച്ച് കൺട്രോൾ പാനലും റിമൂവബിൾ ഗ്രീസ് ഫിൽറ്ററും ഉയർന്ന സക്ഷൻ കപ്പാസിറ്റിയും ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഈ കാണുന്ന കുക്ക് ടോപ്പിനും ചില പ്രത്യേകതകളുണ്ട്. 90 സെൻറ്റിമീറ്റർ ബോഷ് ഇലക്ട്രിക് ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണിത്. ബ്ലാക്ക് കളറിലുള്ള ഈ കുക്ക് ടോപ്പിന് ടച്ച് സ്ക്രീൻ കൺട്രോൾ പാനലും 5 കുക്കിംഗ് ഏരിയകളുമുണ്ട്. 9 തെർമൽ സെറ്റിങ്ങുകൾക്ക് പുറമെ ബൂസ്റ്റ് ഓപ്ഷനും ഇതിനുണ്ട്. കുക്ക് ടോപ്പിന് മുകളിൽ കാണുന്ന ഈ സിലിക്കൺ മാറ്റ് ഈ കുക്ക് ടോപ്പിൻ്റെ ഗ്ലാസിനെ സ്ക്രാച്ചുകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാണ്. അതുകൂടാതെ ഇതിനു മുകളിലായി പാത്രങ്ങൾ വെച്ച് നമുക്ക് കുക്ക് ചെയ്യുവാനും സാധിക്കും. ഈ ബെഞ്ച് ടോപ്പുകളോട് ചേർന്ന് അവയോട് മാച്ചിങ് ആയിട്ടുള്ള ടെമ്പേർഡ് ഗ്ലാസിൽ നിർമ്മിച്ച സ്പ്ലാഷ് പാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ഈ സ്പ്ലാഷ് പാക്കുകൾ ഈ അടുക്കളയുടെ ഭംഗി ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ വൈറ്റ് ഗ്ലോസി ഷെയ്ഡിൽ ഹാൻഡിലുകളില്ലാത്ത മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫുൾ ഓപ്പൺ ഡ്രോകൾക്ക് സോഫ്റ്റ് ക്ലോസിങ്ങും സൈഡ് ഓപ്പൺ ഡോറുകൾ പുഷ് ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട്. പഴയ ഡൈനിങ് ഏരിയയിൽ തന്നെയാണ് ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഐലൻഡിൽ ബ്ലാക്ക് ടിമ്പർ ബാർ സ്റ്റൂളുകളും ബ്രേക്ക്ഫാസ്റ്റ് സ്പേസും സെറ്റ് ചെയ്തിരിക്കുന്നു. ഹോളിൻ്റെ ഒരറ്റത്തായി ചെറിയൊരു പ്രെയർ ടേബിളും കോർണറിലായി ടിവിയും കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കോർണർ ഇവിടെയാണ്. ആകെ മൊത്തം വിശാലവും ധാരാളം വെളിച്ചം നിറഞ്ഞതുമായ ഒരു അടിപൊളി കിച്ചൺ തന്നെയാണിത്. ഈ കാണുന്നതാണ് വോക്ക് ഇൻ പാൻട്രി. സ്റ്റോൺ ബെഞ്ച് ടോപ്പുകളും ടെമ്പേർഡ് ഗ്ലാസ് ഫ്ലാഷ് ബാക്കുകളും ധാരാളം ക്യാബിനറ്റ് സ്പേസും ഈ പാൻട്രിയിൽ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് വീടിൻ്റെ പുറത്തായുള്ള ആൽഫ്രസ്കോയിലെ ചെറിയ കിച്ചൺ. ഇവിടെ ഒരു സിംഗിൾ വോക്ക് ബർണർ ഗ്യാസ് കുക്ക് ടോപ്പും ഒരു സിങ്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോൺ ബെഞ്ച് ടോപ്പും ടെമ്പേർഡ് ഗ്ലാസ് ഫ്ലാഷ് ബാക്കുകളും ക്യാബിൻ സ്പേസും എല്ലാം ഉണ്ട്. നമ്മുടെ സ്റ്റൈലിൽ വറക്കലും പൊരിക്കലുമൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. ആൽഫ്രസ്കോയിൽ തന്നെയാണ് ഈ പുതിയ അടുക്കളയിലേക്കുള്ള ഇലക്ട്രിക് ഇൻഡക്ഷൻ ഹോട്ട് വാട്ടർ യൂണിറ്റ്. ടാപ്പ് തുറക്കുമ്പോൾ ചൂടുവെള്ളം, വേറെന്താ വേണ്ടത്. ഈ ആൽഫ്രസ്കോയുടെ ഫ്ലോറിംഗ് ചെയ്തിരിക്കുന്നത് ഗ്രേ കളറിലുള്ള എക്സ്റ്റേണൽ ടൈലുകൾ ഉപയോഗിച്ചാണ്. മഴയും വെയിലും എല്ലാം അടിക്കുന്ന സ്ഥലമായതുകൊണ്ടാണിത്. അങ്ങനെ 7 മാസത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഈ അടുക്കള എക്സ്റ്റൻഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നന്ദിയുടെ കുറച്ച് നിമിഷങ്ങൾ. ആദ്യമായി നന്ദി പറയേണ്ടത് ഞങ്ങളെ യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതെ മനോഹരമായി ഭവന നിർമ്മാണത്തിനുള്ള എല്ലാ അനുഗ്രഹവും കൃപയും ചൊരിഞ്ഞ സ്നേഹനിധിയായ ദൈവത്തിന് തന്നെയാണ്. താങ്ക് യു ലോഡ് ഫോർ യുവർ വണ്ടർഫുൾ ഗിഫ്റ്റ്. അടുത്തതായി നന്ദി പറയേണ്ടത് ഈ പുതിയ കിച്ചൺ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിനുള്ള പ്രചോദനവും പ്രോത്സാഹനവും തന്നതുകൂടാതെ ഇതിനായുള്ള എഞ്ചിനീയറിംഗ് ഡിസൈനിങ്ങും സ്ട്രക്ചറൽ ഡിസൈനും ഒക്കെ ചെയ്തു തന്ന ജോമിയോടും SD ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ഓണറും എഞ്ചിനീയറുമായ സജിത് ഡിസിൽവയോടുമാണ്. വളരെ മനോഹരവും പ്രാക്ടിക്കലുമായ ഒരു ഡിസൈൻ തന്നെയാണിതെന്ന് ഈ വീട് കണ്ട എല്ലാവരും തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. താങ്ക് യു സജിത് ആൻഡ് ജോമി. അടുത്തതായി നന്ദി പറയേണ്ടത് ഈ വീട് പണിയുടെ ആദ്യത്തെ ജോലിയായിരുന്ന പെർഗോളയുടെ ഡെമോളിഷൻ മുതൽ എല്ലാ സ്റ്റേജുകളിലും ഒരു തടസ്സവും കൂടാതെ
ആവശ്യമുള്ള ട്രേഡുകളെയും ടെക്നീഷ്യന്മാരെയും ജോലിക്കാരെയും എല്ലാം അറേഞ്ച് ചെയ്യുകയും തന്നെക്കൊണ്ടാവുന്ന ജോലിയെല്ലാം വെയിലും മഴയും വകവയ്ക്കാതെ സ്വയം ചെയ്യുകയും ഇത്ര മനോഹരമായൊരു ഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരികയും ചെയ്ത അഡിക ബിൽഡേഴ്സിൻ്റെ ഓണറായ ഇബ്രാഹിമിനാണ്. വളരെ ഡെഡിക്കേഷനോടുകൂടിയും കൃത്യതയോടുകൂടിയും കൺസ്ട്രക്ഷൻ്റെ ഓരോ സ്റ്റേജുകളിലും നിറഞ്ഞു നിന്ന ഇബ്രാഹിമിനെ പോലെ ഒരു ബിൽഡറെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ പ്രിയ സുഹൃത്തും ബിൽഡിംഗ് ഡിസൈനറും കൂടിയായ ജോമി തന്നെയാണ്. ഇതുപോലെയുള്ള നിങ്ങളുടെ എന്ത് പ്രൊജക്റ്റുകൾക്കും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം സമീപിക്കാവുന്ന ഒരു ടീം തന്നെയാണിതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സജിത്, ജോമി ആൻഡ് ഇബ്രാഹിം ഫോർ ദിസ് വണ്ടർഫുൾ കിച്ചൺ പ്രൊജക്റ്റ്. ഇതുപോലൊരു വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.